ഹായ്, വെൽക്കം ടു ലീഡ്സ് അക്കാദമി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സൂചക സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയൊരു സീരീസാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. കാരണം പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് നമ്മൾ ഉഷാറായിട്ട് പഠിച്ച് സെറ്റാകാനുള്ള സമയമായിരിക്കുന്നു. ക്രിസ്തുമസ് പരീക്ഷ വരാൻ പോവുകയാണ്. നമുക്ക് ക്രിസ്മസ് പരീക്ഷയിൽ നമുക്ക് തകർക്കണം, പൊളിച്ചെടുക്കണ്ടേ? അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ പാഠത്തിലേക്ക് പോയാലോ? വളരെ സിമ്പിളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസും കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നോക്കുക, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടിസസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ബിലോ. താഴെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ മറ്റ് 3 മൂലകളുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റ് 3 മൂലകൾ. ലിസൺ ഹിയർ. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് അക്ഷത്തിൽ വൈ സൂചകം 0 ആയിരിക്കും. അതേപോലെ തന്നെ വൈ അക്ഷത്തിൽ കുത്തനെയുള്ളതിനെയാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ഇനി അടുത്ത ഓർക്കുക, കുത്തനെ കുത്തനെ പോകുമ്പോൾ എക്സിന് മാറ്റം ഉണ്ടാവില്ല. ഇതാ ഇങ്ങനെ പോകുന്ന സമയത്ത് ആർക്ക് മാറ്റം ഉണ്ടാവില്ല? വൈക്ക് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, സാർ എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിലാവണില്ല എന്നല്ലേ? നമുക്ക് കണക്കിലോട്ട് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ലുക്ക് അറ്റ് ഹിയർ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇവനെ ഒന്ന് വലുതാക്കാം, നമുക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ മറ്റ് പോയിൻ്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുത്തൻ്റെ സഹായം വേണ്ട അല്ലേ? എന്താ കോർഡിനേറ്റ്? ഒറിജിൻ, ആധാരബിന്ദുവിൻ്റെ സൂചക സംഖ്യ 0 0. ഓക്കെ, ഒരു ചിന്ത വേണം, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എഴുതി വയ്ക്കാം. ഇനി അടുത്തത് നോക്കുക, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിതിന് എ എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ എയുടെ സൂചക സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? എയുടെ സൂചക സംഖ്യ കണ്ടെത്തണമെങ്കിൽ മുകളിൽ നോക്കി, എക്സ് എത്രയാണ്? 4 ആണ്. ഞാൻ പറഞ്ഞല്ലോ, കുത്തനെ വരുമ്പോൾ എക്സിന് മാറ്റം ഉണ്ടാവില്ല. മുകളിൽ 4 ആണെങ്കിൽ താഴെയും എത്ര തന്നെയായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ഇത് എക്സ് ആക്സിസ് ആണല്ലേ, എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എയിൻ്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 4 0. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോകുമ്പോൾ ആർക്ക് മാറ്റം ഉണ്ടാവില്ല? വൈക്ക് മാറ്റം ഉണ്ടാകില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയാണ്? വൈ സൂചകം എത്രയാണ്? 3 ആണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ വൈ എത്രയായിരിക്കും? 3 തന്നെയായിരിക്കും. ഇങ്ങനെ പോകുമ്പോൾ വൈക്ക് മാറ്റം ഉണ്ടാവില്ല. ദെൻ എക്സ് എത്രയാണ്? ഇത് ഏത് ആക്സിസാണ്? വൈ ആക്സിസാണ്, വൈ അക്ഷമാണ്. വൈ അക്ഷത്തിൽ എക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ആദ്യം എക്സും രണ്ടാമത് വൈയുമാണ് എഴുതുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് സൂചക സംഖ്യകൾ കിട്ടിയില്ലേ? 0 3 0 0 4 0. സിമ്പിളല്ലേ? വളരെ എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കിയാലോ? സിമ്പിളാണ്, എൻ്റെ ഒപ്പം ചെയ്യണം. ഓക്കെ, നമുക്കിതാ മറ്റൊരു ചോദ്യം ഇവിടെ കിടക്കുന്നു. ഇവനെ നമുക്ക് കുറച്ചങ്ങോട്ട് വലുതാക്കാം അല്ലേ? നമുക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടുമല്ലോ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ദ റെക്റ്റാങ്കിൾ ഷോൺ ബിലോ ദ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആൻഡ് ഒറിജിൻ ഈസ് ദ മിഡ് പോയിൻറ്റ്. അതായത് ചിത്രത്തിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓക്കെ, അതേപോലെ ഒറിജിൻ ആധാരബിന്ദു എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കാണുള്ളത്. ഒരു കോർഡിനേറ്റ് നമുക്ക് എന്താണ്? എത്രയാണ്? 3 2. ഓക്കെ, 3 2. അപ്പോൾ മറ്റ് കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. 3 2 എന്നല്ല തന്നിരിക്കുന്നത്. കൂടുതലൊന്നും ആലോചിക്കേണ്ട, എല്ലായിടത്തും നമുക്ക് 3 2 എന്ന് എഴുതി വയ്ക്കാം. ഇവിടെ 3 2 എന്ന് എഴുതി വയ്ക്കാം, ഇവിടെ 3 2 എന്ന് എഴുതി വയ്ക്കാം, ഇവിടെ 3 2 എന്ന് എഴുതി വയ്ക്കാം. ഇത് ആൻസർ അല്ല കേട്ടോ, ഇത് ആൻസർ അല്ല. ഇനി ഇതിന് ചിഹ്നങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടെ നോക്കുക, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കളറിൽ ഇങ്ങനെ, അതായത് ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ എക്സ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അങ്ങനെയെങ്കിൽ 3-ന് മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. -3. മുകളിലേക്ക് വൈ പോസിറ്റീവ് തന്നെയാണല്ലോ, -3 2. ഇനി നോക്കിക്കോ, ഇതിലേക്ക് നോക്കാം. അടുത്തത് നോക്കാം. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 3 2 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഒറിജിന് ശേഷം ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ എന്താണ്?
നെഗറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ താഴേക്ക് വൈയും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആൻസർ നമുക്ക് എന്ത് എഴുതാം, -3 -2 എന്ന് എഴുതാം. വെരി സിമ്പിൾ. ഇനി ഇത് നോക്കാം. ഇത് നോക്കി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് അല്ലേ, ഈ ഡയറക്ഷനിൽ എക്സ് എന്താണ്, പോസിറ്റീവാണ് ഇല്ലേ. നമ്മൾ അങ്ങനെയല്ലോടെ എഴുതാം, 1 2 3 എന്ന് എഴുതി പോവാം. ഇങ്ങോട്ടേക്ക് -1 -2 എന്ന് എഴുതും. മുകളിലേക്ക് 1 2 3 എന്ന് എഴുതി പോവാം. താഴേക്ക് എന്ത് ചെയ്യും, -1 -2 എന്ന് എഴുതും. ശരിയല്ലേ, എങ്ങനെയല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എക്സ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ വൈ എന്താണ്, താഴേക്കാണ് ഉള്ളത്. വൈ അപ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ, ഏതൊക്കെ കിട്ടിയത്, -3 2 -3 -2 3 -2 ആൻഡ് 3 2. വളരെ സിമ്പിളല്ലേ, വളരെ എളുപ്പമല്ലേ? ഓക്കെ, ഇതേപോലെ കുറച്ചധികം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.